ശാന്തി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ ഏറ്റവും അധികം ദുർഭാഗ്യങ്ങളിലേക്ക് നയിക്കുന്നത് അവൻ്റെ സ്വഭാവമാണ്. മനുഷ്യ സ്വഭാവം മാറ്റാൻ പറ്റാത്ത ഒന്നല്ല, പക്ഷെ മാറ്റാൻ പ്രയാസമുള്ളതാണ്. എങ്ങനെയാണ് ഒരു സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്? ഏതൊരു കാര്യവും 2 പ്രാവശ്യം 3 പ്രാവശ്യം 4 പ്രാവശ്യം ഒരു 9 പ്രാവശ്യം ആവർത്തിച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഓർമ്മകൾ ഓടിയെത്തും. അതുപോലെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ പ്രവർത്തിക്കുന്നതിനെയാണല്ലോ. നമ്മൾ പോലും അറിയാതെ തന്നെ സ്വയം പ്രവർത്തിച്ചു പോകും, സ്വയം പ്രതികരിച്ചു പോകും, സ്വയം പറഞ്ഞു പോകും. എൻ്റെ സ്വഭാവം അങ്ങനെയായി പോയി കേട്ടോ എന്ന്. അപ്പോൾ നമ്മുടെ സ്വഭാവം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന അഥവാ നമ്മളെ ഉപദ്രവിക്കുന്ന രണ്ടിൻ്റെയും അസറ്റാണ് സ്വഭാവം എന്ന് പറയുന്നത്. ഈ സ്വഭാവത്തിൽ ചെറിയൊരു ശ്രദ്ധ കൊണ്ടുവന്നാൽ വലിയ വലിയ ഭാഗ്യങ്ങളും നമുക്ക് നിർമ്മിക്കാം. പൂർണ്ണ ആരോഗ്യവാനായി ജീവിക്കാൻ നമുക്ക് നമ്മുടെ സ്വഭാവത്തിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. സ്വഭാവത്തെ മാറ്റാൻ പ്രയാസമുള്ളതെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സ്വഭാവം മാറ്റാൻ പറ്റാത്തത് എന്നല്ല. പ്രയാസമുള്ളതാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതിന് ശ്രദ്ധ വേണം, നമ്മളതിന് ആഗ്രഹം വേണം മാറ്റണമെന്ന്. അങ്ങനെ ചെറിയൊരു ശ്രദ്ധയോടെയും ആഗ്രഹത്തോടെയും പ്രവർത്തിച്ചാൽ നമുക്കെന്തും ഏത് സ്വഭാവവും മാറ്റിയെടുക്കാൻ പറ്റും. ഇവിടെ ഏത് സ്വഭാവമാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്? നമ്മൾ ആഹാരം സ്വീകരിക്കുമ്പോഴും വെള്ളം സ്വീകരിക്കുമ്പോഴും നമ്മളൊരു പുതിയ സ്വഭാവം ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ, നമ്മുടെ ആഹാരപാനീയങ്ങളുടെ റിഫ്ലക്ഷനാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം. കേവലം ആഹാരപാനീയങ്ങളുടെ മാത്രം റിഫ്ലക്ഷനല്ല, അത് സ്വീകരിക്കുമ്പോൾ അതിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന വിചാരങ്ങൾ എന്താണോ ആ വിചാരത്തിൻ്റെ കൂടി റിഫ്ലക്ഷനാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മൾ കുടിക്കുന്ന വെള്ളം, അത് നമ്മൾ സാധാരണ എവിടെ നിന്നും നമ്മൾ വെള്ളം വാങ്ങുന്നു, കുടിക്കുന്നു. ഫിൽറ്റർ വാട്ടറാണ്, നമ്മൾ ഫിൽറ്ററിൽ നിന്ന് വെള്ളം എടുക്കുന്നു, കുടിക്കുന്നു. അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ തിളപ്പിച്ച ജീരകം വെള്ളമാണ്, അതും വെള്ളം എടുക്കുന്നു, കുടിക്കുന്നു. ഒരു കുപ്പി വെള്ളം ഡ്രിങ്കിങ് വാട്ടർ വാങ്ങുകയാണ്, അതും നമ്മൾ എടുക്കുന്നു, കുടിക്കുന്നു. പക്ഷേ ഈ വെള്ളം എന്ന് പറയുന്നത് ഏറ്റവും പവർഫുള്ളായ ഒരു തത്വമാണ്. ആ തത്വത്തിന് ഊർജത്തെ സ്വീകരിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതെവിടെ ഇരുന്നാലും അവിടെയുള്ള ഊർജം അഥവാ സങ്കല്പങ്ങളെ എല്ലാം അത് സ്വീകരിക്കും. ഒരു കടയിലാണ് ഒരു കുപ്പി വെള്ളം ഇരിക്കുന്നതെന്ന് വിചാരിക്കൂ. നമ്മൾ അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങുന്നു, നമ്മളത് കുടിക്കുന്നു. പക്ഷെ ആ കുപ്പി വെള്ളത്തിൽ അവിടെ കടയിൽ ആരൊക്കെ വരുന്നോ, എന്തൊക്കെ സംസാരിക്കുന്നോ എല്ലാത്തിൻ്റെയും പ്രഭാവം ഉണ്ടാവും. ആ കടക്കാരൻ്റെ മാനസികാവസ്ഥ എന്താണോ അതിൻ്റെ പ്രഭാവം അതിലുണ്ടാവും. നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. ദാഹിക്കുന്നു, ഒരു കടയുടെ മുന്നിൽ നിൽക്കുന്നു, വെള്ളം വാങ്ങുന്നു, കുടിക്കുന്നു. പക്ഷേ അപ്പോൾ അതിലെന്തെല്ലാം ഊർജ്ജമാണോ കളർന്നിട്ടുള്ളത്, എന്തെല്ലാം തോട്ട്സാണോ മിക്സ് ആയിട്ടുള്ളത്, അതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും ബാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നു. ആഹാരം നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അപ്പോഴും നമ്മൾ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് ആഹാരം ഉണ്ടാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. ആഹാരം ഉണ്ടാക്കുന്നു, ആഹാരം എല്ലാവർക്കും പാഴ്സലാക്കുന്നു. ചിലപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും, ചിലപ്പോൾ TV സീരിയൽ കണ്ടുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും വേറെ ഇഷ്ടപ്പെട്ട ഓഡിയോ സൗണ്ടുകൾ കേട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ നാട്ടുവർത്തമാനം പറഞ്ഞിട്ടായിരിക്കാം, അതിൽ മറ്റുള്ളവരെ കുറ്റം പറയുമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന നമ്മുടെ വേദനകളായിരിക്കാം. ഇങ്ങനെ എന്തെല്ലാമൊക്കെയോ ഊർജ്ജങ്ങൾ മിക്സ് ആയിട്ടാണ്, പലതരം ഊർജ്ജങ്ങൾ കലർന്ന ആഹാരമാണ് നമ്മളൊക്കെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ പോകുമ്പോൾ ഈ ശരീരത്തിനെ സഹായിക്കുന്നതിനൊപ്പം തന്നെ അത് കുറേ ഉപദ്രവിക്കുകയും ചെയ്യും. നമ്മളത് ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. ഭഗവാൻ തന്നിരിക്കുന്ന, നമുക്ക് തന്ന സമ്മാനമാണ് ഈ ശരീരം. അത് വളരെ ഹെൽത്തി ആയതുകൊണ്ട്, അത് വളരെ പവർഫുൾ ആയതുകൊണ്ട് ചെറിയ ചെറിയ സ്വാധീനങ്ങളൊന്നും അതിനെ പെട്ടെന്ന് ബാധിക്കില്ല. പക്ഷേ നിരന്തരം ഏതൊരു കാര്യവും നിരന്തരമായി കഴിയുന്ന സമയം അത് അതിൻ്റെതായ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ ദോഷമാണെങ്കിലും ഗുണമാണെങ്കിലും ഉണ്ടാക്കും. അതുകൊണ്ട് ആഹാരം സ്വീകരിക്കുമ്പോൾ നമ്മുടെ സങ്കല്പത്തെ അതിൽ ഒരു പ്രത്യേക രീതിയിൽ സങ്കല്പത്തിനെ അതിനെ ശുദ്ധീകരിക്കാൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആഹാരം നമ്മുടെ ആരോഗ്യത്തിൻ്റെ മാത്രം കാരണമായിട്ട് മാറും. എപ്പോഴാണെങ്കിലും നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിനെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് സമയം നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നതാണ്, അമൃതമാണ് സങ്കല്പിക്കുക. അതിന് അമൃതമാണ് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരു പവർഫുൾ തോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാവാണ്, സർവശക്തികളുടെയും കിരണങ്ങൾ ഈ വെള്ളത്തിൽ കലരുന്നു. സർവശക്തികളും എന്ന് പറയുമ്പോൾ ആ സങ്കല്പത്തിന് കൊടുക്കുന്ന കളറ് എന്ന് പറയുന്നത് സപ്തവർണ്ണങ്ങളാണ്. അതായത് മഴവില്ല് പൊടിച്ചെറിയുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും. മഴവില്ലിൻ്റെ സപ്തവർണ്ണങ്ങൾ ഒന്നിച്ചൊഴുകുന്ന സമയത്തുണ്ടാകുന്ന ആ നിറം,
അതിനെ വ്യക്തമായി കാണാൻ ഒന്നുകൂടി നല്ല ഉദാഹരണം സിസ്റ്റർ പറഞ്ഞു തരാം. സോപ്പ് വെള്ളത്തിൽ നമ്മൾ ബബിൾ ഉണ്ടാക്കി കളിക്കാറുണ്ട്. ഉത്സവപ്പറമ്പുകളിലോ തെയ്യം തറ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാം കുട്ടികളിങ്ങനെ സോപ്പ് വെള്ളത്തിനെ കുഴലിലെടുത്തുകൊണ്ട് നമ്മളതിന് ഊതുമ്പോൾ ഭംഗിയുള്ള വലിയ വലിയ ബബിളുകൾ ഉണ്ടാകാറുണ്ട്. ഈ ബബിളിൻ്റെയൊക്കെ എഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ സപ്തവർണ്ണങ്ങളിൽ മിന്നിത്തിളങ്ങുന്നൊരു കളറായിരിക്കും. ഇതാണ് ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് സർവ്വശക്തികൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ഊർജത്തിൻ്റെ പ്രവാഹത്തിൻ്റെ കളറ്. ഇതുതന്നെയാണ് ഞാൻ സർവ്വശക്തിവാൻ്റെ കുട്ടിയാണ്, മാസ്റ്റർ സർവ്വശക്തിവാനാണ് നിങ്ങൾ സങ്കല്പിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് പോകുന്ന തോട്ട് എനർജിയുടെ ആ പ്രവാഹത്തിനും ഈ കളറായിരിക്കും ഉണ്ടാകുക. ആ സപ്തവർണ്ണങ്ങൾ തിളങ്ങുന്നൊരു പ്രഭാപൂരമായിക്കൊണ്ട് നമ്മുടെ ചുറ്റുമുണ്ടാകും. ഇപ്പം നിങ്ങളൊരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണ്, ആ വെള്ളത്തിൽ നോക്കിക്കൊണ്ട് സങ്കല്പിക്കുകയാണ് ഞാൻ മാസ്റ്റർ സർവ്വശക്തിവാൻ ആത്മ, ഇതിൻ്റെ ഉള്ളിൽ സർവ്വശക്തികളുടെയും കിരണങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അതിനെ സപ്തവർണ്ണത്തിൽ നല്ല തിളങ്ങുന്ന സപ്തവർണ്ണത്തോടു കൂടി നിറായി മാറിയത് സങ്കല്പിച്ചുകൊണ്ട് ആ വെള്ളം സ്വീകരിക്കുക. ഒരു സെക്കൻഡ് സമയം പോലും വേണ്ട ഈ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ. വീണ്ടും വീണ്ടും നമ്മൾ ഈ തോട്ട് ക്രിയേറ്റ് ചെയ്യും. ഈ കാഴ്ച വീണ്ടും വീണ്ടും നമ്മൾ കാണുകയും കൂടി ചെയ്യുമ്പോൾ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന തത്സമയം തന്നെ ആ പ്രകാശത്തിൻ്റെ നിറം നമുക്ക് കാണാനും ആ വെള്ളം ആ ഒരു കളറിൽ മാറി ഭഗവാൻ തന്നൊരു അമൃതമായിട്ട് നമ്മൾ കുടിക്കുക. പക്ഷേ ഇത് നമുക്ക് ശീലമില്ല. നമ്മുടെ ശീലം എന്താ? ദാഹിക്കുന്ന കിട്ടിയ വെള്ളം കുടിക്കുക. പക്ഷേ ഇത് വീണ്ടും ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധയോടുകൂടി എപ്പോൾ വെള്ളം കുടിക്കുമ്പോഴും ഞാനിങ്ങനെ തോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടേ കുടിക്കൂ. അതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് എൻ്റെ ശരീരത്തിനും എനിക്കും സഹായമാകുന്ന രീതിയിൽ ശക്തമാക്കിയിട്ടേ ഞാൻ അത് കുടിക്കൂ. അതിനെ ചാർജ് ചെയ്ത് കുടിക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ എനർജൈസ് ചെയ്ത് കുടിക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് അമൃതമായി സ്വീകരിക്കുക എന്ന് പറയാം. അങ്ങനെ ഒരു ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾ വെള്ളം കുടിക്കുന്നു അത്ര പ്രാവശ്യം ആ തോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ടനുഗ്രഹമാണ് കിട്ടുക. ഒന്ന്, ചാർജായ വെള്ളം നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ നല്ല വിചാരങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യവും പ്രദാനം ചെയ്യും. ഓരോ തോട്ടും നമ്മുടെ ചുറ്റും ഒരു ഓറ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 21 പ്രാവശ്യമൊക്കെ നിങ്ങളിങ്ങനെ തോട്ട് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളുടെ ഓറയും പവർഫുള്ളായി മാറും. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജ്ജങ്ങൾ എന്തിൻ്റെയാണ്? ദേഷ്യത്തിൻ്റെ ആണെങ്കിലും അസൂയയുടെ ആണെങ്കിലും അല്ലെങ്കിൽ വൈരാഗ്യത്തിൻ്റെ ആണെങ്കിലും മറ്റേതെങ്കിലും ആപത്തുണ്ടാക്കുന്ന നെഗറ്റീവ് ഊർജ്ജങ്ങളാണെങ്കിലും അതൊക്കെ ന്യൂട്രലൈസ് ചെയ്തു പോകും. കാരണം നമ്മുടെ ഓറ പവർഫുള്ളാണ്. അതുകൊണ്ട് എപ്പോൾ വെള്ളം കുടിക്കുമ്പോഴും അത് ചായ ആവട്ടെ, കാപ്പി ആവട്ടെ, ജ്യൂസ് ആവട്ടെ, വെള്ളമാകട്ടെ, എവിടെ നിന്നുള്ള വെള്ളം ആവട്ടെ, അത് കുടിക്കുന്നേക്കാൾ മുന്നേ 1 മിനിറ്റ് സമയം അല്ലെങ്കിൽ 1 സെക്കൻഡ് സമയം ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്ത് അതിനൊന്ന് ഈശ്വരന് സമർപ്പിച്ച് ആ സപ്തവർണ്ണങ്ങൾ നിറഞ്ഞ ശക്തിശാലി വെള്ളത്തെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ വിചാരിക്കുന്നേക്കാൾ പവർഫുള്ളായി മാറും. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തത്ര ഹെൽത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇതുപോലെ ആഹാരം കഴിക്കുമ്പോഴും ആഹാരത്തിലും നമ്മൾ ചെറിയൊരു ശ്രദ്ധ കൊടുക്കണം. ആഹാരം നമുക്ക് വിശക്കുകയാണ്, വേഗം വേഗം ആഹാരം കഴിക്കുക, അത് പാടില്ല. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആഹാരം കണ്ടു സന്തോഷത്തോടെ പെട്ടെന്ന് അത് കഴിക്കുന്ന സമയത്ത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആഹാരം കഴിച്ചു, അല്ലെങ്കിൽ കൺകാലിലേറ്റ് ചെയ്തു, അത് നമ്മളുണ്ടാക്കുന്ന കഥ പറഞ്ഞു, അവരുണ്ടാക്കുന്ന കഥ പറഞ്ഞു, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുമ്പോണ്ടായ കോട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് വേസ്റ്റായ എനർജീനെ അതിൽ മിക്സ് ചെയ്യുന്നതിന് പകരം സർവ്വശക്തികളുടെ കിരണങ്ങൾ കൊണ്ട് അതിനെ ചാർജ് ചെയ്ത് സപ്തവർണ്ണത്തിലുള്ള പ്രകാശമായി മാറി ഭഗവാൻ തന്ന അമൃതമാണ് എന്നുള്ള സന്തോഷത്തോടു കൂടി ആഹാരം കഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം അത് നമുക്ക് ശരീരത്തിന് ആരോഗ്യമായി തീരും. നമ്മൾ കഴിക്കുന്ന വെള്ളം അത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യമായി തീരും. പിന്നെ നമ്മൾ കഴിക്കുന്നതാണ് മരുന്നുകൾ. എല്ലാവർക്കും ജീവിതത്തിൽ പഴം കഴിക്കാൻ ഇഷ്ടമാണ്. അതേപോലെ ഒന്ന് മരുന്ന് കഴിക്കാനും ഇഷ്ടപ്പെട്ടേ പറ്റൂ. കാരണം മരുന്നില്ലെങ്കിൽ നമുക്ക് പലർക്കും മുന്നോട്ട് പോകാനാവില്ല. ആഹാരം പോലെ തന്നെ ദിവസവും കഴിക്കേണ്ടി വരുന്ന ഒരു സാധനമാണ് മരുന്ന് എന്ന് പറയുന്നത്. പക്ഷേ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റുകൾ കേട്ട് നമ്മൾ തന്നെ പറയും, എന്താ ചെയ്യുക, എത്ര ഹൈ ഡോസ് മരുന്നാണ് ഞാൻ കഴിക്കുന്നത്, ഇത് കഴിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കും, എൻ്റെ ക്ഷീണത്തിൻ്റെയൊക്കെ കാരണം ഇതാ, ഇത്രയും അധികം ഗുളികകൾ ഞാൻ കഴിക്കണം, എല്ലാ നേരവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിക്കണം, പിന്നെ എങ്ങനെയാണ് എനിക്ക് വയ്യാണ്ടാവാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഒരുപാട് തോട്ട്സ് ഡെയിലി മെഡിസിൻ സ്വീകരിക്കുന്നവരുടെ മനസ്സുകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം മരുന്നെന്ന് പറയുമ്പോൾ ആ മരുന്നിനെ നമ്മുടെ കയ്യിലെടുത്ത് ഈശ്വരന് മുന്നിൽ സങ്കല്പിക്കുക. ഇത് വളരെ ആരോഗ്യദായിനിയാണ്. ഏത് അസുഖത്തിനാണോ നിങ്ങൾ ആ മരുന്ന് കഴിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുക. ഹാർട്ട് പേഷ്യൻസിന് ഡെയിലി മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ അവരെന്ത് സ്വീകരിക്കും? എനിക്കിത് ഹെൽത്തി ഹാർട്ടാക്കാനുള്ള ഒരു അമൃതാണിത്, അതിലേക്ക് ഞാൻ സർവ്വശക്തികളുടെയും കിരണങ്ങൾ കൊണ്ട് തന്നെ ചാർജ് ചെയ്തിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു, ഇതെൻ്റെ ഹാർട്ടിനെ ഫുൾ ഹെൽത്തി ആക്കിയിരിക്കുന്നു, സ്വീകരിക്കാം. ഇങ്ങനെ എന്തൊന്ന് സ്വീകരിക്കുമ്പോഴും
ശരീരത്തിലേക്ക് നമ്മൾ എന്ത് സ്വീകരിക്കുകയാണെങ്കിലും, വെള്ളമാണെങ്കിലും, അതൊരു പഴമാണെങ്കിലും, ഭോജനമാണെങ്കിലും, മരുന്നാണെങ്കിലും, ഇങ്ങനെ സർവ്വശക്തിവാൻ്റെ കിരണങ്ങൾ കൊണ്ട് അതിനൊന്ന് ചാർജ് ചെയ്തുകൊണ്ട് ഈശ്വരൻ നൽകുന്ന ഒരു അമൃതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ആരോഗ്യം ഒരുപാട് വർദ്ധിക്കും, ശരീരത്തിൻ്റെ എല്ലാ അസുഖങ്ങളും കുറയും. അപ്പം അങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഫുൾ ഹെൽത്തി ആകാൻ ഈ ഒരു ചെറിയ തോട്ട് ഉണ്ടാക്കാനുള്ള ഒരു സ്വഭാവം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ദിവസവും ശീലമായി കഴിഞ്ഞാൽ അറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ ആഹാരം വരുമ്പോൾ, വെള്ളം വരുമ്പോൾ, മരുന്നെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ ആ സ്മൃതി വരും, ഞാൻ സർവ്വശക്തിവാൻ്റെ കിരണങ്ങൾ നൽകിക്കൊണ്ട് ഇതിനെ അമൃതമായി സ്വീകരിക്കുകയാണ്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി വരുന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം ഒരിക്കലും മോശമാവില്ല. ഇപ്പം എന്തെല്ലാം അസുഖങ്ങളുടെ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിലും സദാ ഹെൽത്തി ആകാനുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളുടെ ജീവിതം ആരോഗ്യം കൊണ്ട് സന്തോഷമായ ഒരു ജീവിതമായി മാറും. ഇത്തരത്തിൽ സർവ്വശക്തിവാൻ്റെ കിരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആഹാരം സ്വീകരിക്കുന്ന, വെള്ളം കുടിക്കുന്ന, മരുന്ന് സ്വീകരിക്കുന്ന ഒരു സ്വഭാവം വാർത്തെടുത്തുകൊണ്ട് സദാ ആരോഗ്യവാന്മാരായി നിങ്ങൾ ഓരോരുത്തരും തീരട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.